തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പവർ കട്ട്. പ്രസംഗത്തിനിടെ മൈക്കും ലൈറ്റും ഓഫായി. മിഷൻ സമുദ്ര മാരിടൈം കോൺക്ലേവിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടത്. പ്രതിസന്ധി പരിഹരിക്കും വരെ പ്രസംഗം തുടരുന്നതിനായി മുഖ്യമന്ത്രി കാത്തുനിന്നു. വൈദ്യുതി വന്നാലല്ലേ സംസാരിക്കാൻ കഴിയൂ എന്ന് മന്ത്രി സണ്ണി ജോസഫിനോട് സതീശൻ. അദ്ദേഹത്തിന് ടെൻഷനായി, സംഘാടകർക്ക് ടെൻഷനാവും. ഞാൻ ടെൻഷനാകാതെ അവിടെ ഇരിക്കാനോ. ഞാൻ എപ്പോഴും പറയും, ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. വണ്ടി നിർത്തുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യമില്ല. ദേവൻ എം പിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, എന്തായാലും ഈ ഒരു ഭാഗികമായിട്ടുള്ള പവർ കട്ട് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ടുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള വിമർശനവും സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ദിരാക്കട്ട് എന്നതടക്കമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ അത് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതും ഇത്ര വലിയൊരു പരിപാടിയിൽ പവർ കട്ട് ഉണ്ടാകുന്നു. അതിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്? സ്വാതി, സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി ക്ഷാമം നേരിട്ടതോടുകൂടിയാണ് KSEB ഒരു വൈദ്യുത നിയന്ത്രണത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം 7 മണി മുതലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി കൃത്യം 7 മണിക്ക് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്ന പരിപാടിയിൽ വൈദ്യുതി നഷ്ടമായി എന്നുള്ളതാണ്. വേദിയിലെ മൈക്ക് ഓഫായി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഈ വേദിയിൽ ഒരുക്കിയിരുന്ന മറ്റ് സംവിധാനങ്ങൾ, LED സ്ക്രീനും ഒപ്പം തന്നെ മറ്റ് ലൈറ്റുകളും അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഓഫായി പോവുകയായിരുന്നു. കൃത്യം 7 മണിക്ക് തന്നെ ആ പവർ കട്ട് നടന്നപ്പോൾ തന്നെ ഈ മുഴുവൻ വൈദ്യുതിയും ഓഫായി എന്നുള്ളതാണ്. എന്നാൽ അത് ഒരു വലിയ മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്താതെ തന്നെ മുഖ്യമന്ത്രി വളരെ സമാധാനപരമായി പോഡിയത്തിൽ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ് പിന്നീട് ആ പ്രസംഗം ആവർത്തിച്ചത്. കേരള സമുദ്ര മിഷൻ നടത്തിയ മിഷൻ സമുദ്ര മാരിടൈം കോൺക്ലേവിൽ സംസാരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന പോലെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന വൈദ്യുതി നിയന്ത്രണം അല്ലെങ്കിൽ അത്തരം ഒരു നിയന്ത്രണം കൂടി അനുഭവിക്കേണ്ടി വന്നത്. കറണ്ട് വന്നാലല്ലേ സംസാരിക്കാൻ സാധിക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രി അതിന് പ്രതികരണമായി നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ തന്നെ അതൊരു സംസാര ശൈലിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അക്കാര്യം വിശദീകരിച്ചത്. ഓടുന്ന വണ്ടിക്കൊപ്പം സഞ്ചരിച്ചാലല്ലേ അല്ലെങ്കിൽ അതിന് മുൻപേ കയറി സഞ്ചരിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ വളരെ രസകരമായി തന്നെ ആ സന്ദർഭം കൈകാര്യം ചെയ്തു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഏതായാലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. തമ്പാനൂരിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അപ്പോളോ ഡിമോറ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരം പരിപാടികളിൽ സംഘടിപ്പിക്കുമ്പോൾ ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഹോട്ടൽ ഉടമകൾ ഇത് കരുതാറുണ്ട്. ഇതിപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന സാങ്കേതിക തകരാറെന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും ഒരു 5 മിനിറ്റോളം വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആ 5 മിനിറ്റോളം മുഖ്യമന്ത്രി പ്രസംഗം തുടരാതെ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വീണ്ടും ആരംഭിച്ചിട്ടുമുണ്ട്. സ്വാതി. ശരി ദേവൻ.